ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലീഗിലെ 2 സൂപ്പർ താരങ്ങൾ ISLലേക്ക് ചേക്കേറുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് 2 മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഐ ലീഗിലെ താരങ്ങളാണ്. നിങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള താരങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ പ്ലെയർ നൗഫൽ PN എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി താരമാണ്. ഗോകുലം കേരള FC-യിലാണ് താരം കളിച്ചിരുന്നത്. ഏതായാലും താരം ഇപ്പോൾ മുംബൈ സിറ്റി FC-യിലേക്കാണ് ഒരു കൂടുമാറ്റം നടത്തുന്നത് എന്നുള്ളത് IFTWC ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യങ് ആയിട്ടുള്ള പ്ലെയറാണ്, 23 വയസ്സ് മാത്രം പ്രായമുള്ള പ്ലെയറാണ്. അദ്ദേഹം കൂടുതൽ ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിലാണ് കളിച്ചിട്ടുള്ളത്. ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ബെസ്റ്റ് വിങ്ങർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു സീസണിൽ 13 ഗോൾ കോൺട്രിബ്യൂഷൻ, അതായത് 5 ഗോൾ 8 അസിസ്റ്റും അദ്ദേഹം ഐ ലീഗിൽ മാത്രം ഈ സീസണിൽ ഗോകുലം കേരളയ്ക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലൂടെ അദ്ദേഹത്തിൻ്റെ റൺ, ഒരു കിടിലൻ റൺസ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കട്ട് ചെയ്ത് ആ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, ഞാൻ അങ്ങനെ ഒരു ഗോൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. ഏത് മാച്ചാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇതുപോലെ ഒരു കൗണ്ടർ സിറ്റുവേഷൻ പോലെ ഒരു കിടിലൻ റൺ നടത്തി ലെഫ്റ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഗോൾ, നല്ലൊരു ഫിസിക്കും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. എന്താണെങ്കിലും ഈ സീസണിൽ ISLൽ എത്തും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അന്ന് തന്നെ എനിക്കൊന്ന് മുംബൈ സിറ്റി FC-യുമായി റിലേറ്റ് ചെയ്തിട്ട് റൂമേഴ്സൊക്കെ ഉണ്ടാണ്. ഏതായാലും താരം അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഗോകുലത്തിൻ്റെയൊക്കെ ഒരു അണ്ടർ 18 ഇതിലൊക്കെ ഉണ്ടായിരുന്ന പ്ലെയറാണ്. അവർ വളർത്തിയെടുത്ത തന്നെ പ്ലെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും നൗഫലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഒരു കോൺട്രാക്റ്റ് തീരുന്നൊരു സാഹചര്യത്തിൽ ഫ്രീ ഏജൻറ് എന്ന നിലയിലാണ് പോകുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഏതായാലും അവരുടെ ഒരു വിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വിക്രം പ്രതാപിനെ അല്ലെങ്കിൽ ലാലൻ സാല, ചാങ്ദേം പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ബിപിൻ സിംഗ് ഈ സീസൺ വിടുമോ എന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഏതൊരു ക്ലബ്ബിൽ പോയാലും ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ ഒരു ഇടം പിടിക്കാൻ സാധ്യതയുള്ള പ്ലെയർ എന്ന നിലയിൽ തന്നെ വിലയിരുത്തിയിരുന്നൊരു പ്ലെയറാണ്. എന്താണെങ്കിലും മുംബൈ സിറ്റി FC-യിൽ നോക്കാം അദ്ദേഹത്തിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നതെന്നുള്ളത്. ഇന്ത്യൻ പ്ലേയേഴ്സിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു പരിശീലനം കൂടിയാണല്ലോ പീറ്റർ ക്രാക്കി. അതുപോലെ മറ്റൊരു സൈനിങ്ങാണ് മായക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ. താരവും മുമ്പ് ഗോകുലം കേരളയിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. തമിഴ്നാട് സ്വദേശിയാണ്. ഇദ്ദേഹം ശ്രീനിധിയിലാണ് കളിച്ചത്. ലാസ്റ്റ് സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ ഒരു രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. മുമ്പ് ഗോകുലം കേരളയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സീസണിൽ അദ്ദേഹത്തിന് ഐ ലീഗും ഡുറൻ കപ്പും ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഗോകുലം കേരള FC-യോടൊപ്പം. ഏതായാലും ശ്രീനിധിയോടൊപ്പം ക്യാപ്റ്റനായിട്ട് കൂടിയിരുന്ന പ്ലെയറാണ്. ഈ സീസണിൽ ശ്രീനിധി സെക്കൻഡ് കൂടി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. ആ ഒരു ടീമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് ചേക്കേറുന്നത്. ഇപ്പോൾ 90 സ്റ്റോപ്പേജാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഉറപ്പായിട്ടും അത് 2 സൈഡിൽ നോക്കിയാൽ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് അവിടെ പോയാലും പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലബിൻ്റെ സൈഡ് നോക്കിയാൽ ഒരു നല്ല റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയാം. അതിൽ ഇപ്പോൾ 26 വയസ്സുള്ള ഒരു ആയ താരമാണ്. 80 മുകളിൽ മത്സരങ്ങൾ ഐ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടിയുണ്ട്. സോ ഒരു നല്ല അഡീഷൻ തന്നെ എന്ന് ഉറപ്പായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസിലും കാണിക്കാൻ.